അസ്സലാമു അലൈക്കും. കൂട്ടുകാർക്ക് മുമ്പിൽ ഒരു കഥ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച അന്ന്, അക്കാലത്ത് രണ്ട് കർഷകരുണ്ടായിരുന്നു. കർഷകർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, പാടത്തും പറമ്പിലും പണിയെടുത്ത് കാർഷിക വിളകൾ നമുക്ക് നൽകുന്നവർ. കർഷകരെയും കാർഷിക വൃത്തിയെയും പരിചയപ്പെടുത്തേണ്ട കാലമാണിത്. അത്രത്തോളം നാമൊക്കെ കൃഷിയിൽ നിന്നും പിറകോട്ട് പോയിരിക്കുന്നു. അതിരിക്കട്ടെ, ഞാൻ കഥയിലേക്ക് വരാം. കർഷകർക്കിടയിൽ ഒരു തർക്കം. എന്താണെന്നല്ലേ? ഒരാളുടെ കൃഷിഭൂമി ഉയർന്ന സ്ഥലത്താണ്, മറ്റാളുടേത് താഴെ ഭാഗത്തും. മുകൾ ഭാഗത്തെ കർഷകൻ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനാൽ താഴെ കൃഷിയിടത്തേക്ക് വെള്ളം എത്തുന്നില്ല. നബി ഇതിന് പരിഹാരം കാണണം. രണ്ടു പേരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചു. ഉയർന്ന ഭാഗത്ത് കൃഷി ചെയ്യുന്ന കർഷകനോട് പറഞ്ഞു, നിന്റെ കൃഷിയിടത്തിൽ ഞെരിയാണിക്ക് വെള്ളം എത്തിയാൽ നീ വെള്ളം തുറന്നു വിടണം. താഴെ ഭാഗത്തെ കർഷകനോട് പറഞ്ഞു, അവൻ്റെ ആവശ്യം കഴിയുന്നത് വരെ നീ ക്ഷമിക്കണം. രണ്ട് കൂട്ടർക്കും തൃപ്തിയായി. നോക്കൂ, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കിയ വ്യവസ്ഥ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർഷകർക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നാം പഠിക്കാൻ തയ്യാറാവണം. എന്താ, കഥ നിർത്തട്ടെ? കർഷകരുടെ നബിയെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.